ബഹുമാനപ്പെട്ട യൂസുഫ് നബിയുടെ ചരിത്രത്തിന്റെ 7ാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഞാൻ സെല്ലു പൊന്നാനി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലേലത്തിൽ പിടിച്ചെടുത്ത യൂസുഫ് നബിയും കൂട്ടി അസീസ് രാജാവും പരിവാരങ്ങളും സുലൈഖ ബീവിയും അവരുടെ കൊട്ടാരത്തിലേക്ക് തന്നെ മടങ്ങി. ആ യാത്രയിൽ സുലൈഖ ബീവിയുടെ മനസ്സിൽ പല വിധത്തിലുള്ള വികാരങ്ങളും ഉടലെടുക്കുകയായിരുന്നു. തന്റെ ഉറക്കത്തെ ഇത്രയും നാൾ തടസ്സപ്പെടുത്തിയ യുവസുന്ദരൻ തന്റെ സമീപത്തെത്തിയിരിക്കുന്നു. ആ സുന്ദരനുമായി സുലൈഖയ്ക്ക് രസലീലയിൽ ഏർപ്പെടാൻ കൊതിച്ചു. അതിനുള്ള മുഹൂർത്തം ഏതെന്ന് സുലൈഖ ചിന്തിച്ചു. ആ ചിന്തയിൽ മുഴുകിയ സുലൈഖ കൊട്ടാരത്തിലെത്തിയത് അറിഞ്ഞില്ല. കൊട്ടാരത്തിലെത്തിയ സുലൈഖ ബീവി വേഗം തന്നെ അവരുടെ മുറിയിലേക്ക് പോയി. യൂസുഫ് നബിക്ക് അവർ കൊട്ടാരത്തിൽ ഒരു മുറി തന്നെ ശരിപ്പെടുത്തി കൊടുത്തു. യൂസുഫ് നബി ആ മുറിയിൽ കഴിച്ചുകൂട്ടി വരികയായിരുന്നു. ഒരു ദിവസം റാണി യൂസുഫിന്റെ മുറിയിലെത്തി. തന്റെ മനസ്സിലെ ഒരുപാട് കാലമായി കൊണ്ടു നടന്നിരുന്ന ആഗ്രഹം സഫലമാകാൻ നേരമായി എന്ന് റാണി മനസ്സിൽ ഉറപ്പിച്ചു. മുറിയിൽ ഉണ്ടായിരുന്ന ബിംബങ്ങളെ നോക്കി സുലൈഖ പറഞ്ഞു, "എന്റെ ദൈവമേ, നിന്റെ കരുണ എന്നിൽ വർഷിച്ചിരിക്കുന്നു. എന്റെ മനസ്സിലെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു." അത്ഭുതം എന്ന് പറയട്ടെ, തൽക്ഷണം ആ ബിംബങ്ങൾ തലകുത്തി വീണു. അത് കണ്ടപ്പോൾ സുലൈഖയ്ക്ക് പേടിയായി. അപ്പോൾ യൂസുഫ് നബി മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, "എന്റെ റബ്ബിന്റെ കോപമാണ് നിങ്ങൾ കണ്ടത്." യൂസുഫ് നബിയുടെ മുഖത്ത് നോക്കുന്തോറും സുലൈഖ ബീവിയുടെ സമനില തെറ്റിപ്പോകുന്നത് പോലെ തോന്നി. അപ്പോൾ സുലൈഖ വികാരത്തോടെ പറഞ്ഞു, "എന്റെ കരളിന്റെ കരളായ അങ്ങയെ ഓർത്ത് എത്ര കാലമായി ഈ സാധു ജീവിക്കുന്നു. എന്റെ മോഹങ്ങൾക്ക് ശമനം തരൂ, എന്നെ ഒന്ന് വാരി പുണരൂ." വികാരത്തോടെയുള്ള സുലൈഖ ബീവിയുടെ സംസാരം കേട്ടപ്പോൾ യൂസുഫ് നബി ഞെട്ടിപ്പോയി. എന്നിട്ട് വളരെ ശാന്തമായി യൂസുഫ് നബി പറഞ്ഞു, "സഹോദരി, ഞാൻ നിങ്ങളുടെ ഭർത്താവിന്റെ വെറും ഒരു അടിമയാണ്. അദ്ദേഹത്തെ വഞ്ചിച്ചാൽ പരലോകത്ത് നാളെ ഞാൻ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം മഹ്ദി ഇവിടെ നിന്ന് പോകണം." പക്ഷേ യൂസുഫ് നബിയുടെ ഉപദേശമൊന്നും സുലൈഖയുടെ ഹൃദയത്തിൽ ചലനമുണ്ടാക്കിയില്ല. റാണി വീണ്ടും പറഞ്ഞു, "എനിക്ക് ഒരുപാട് വികാരം വരുന്നുണ്ട്, നിയന്ത്രിക്കാനാവുന്നില്ല. ലോകത്തുള്ള ഒരു പുരുഷനും അത് ശമിപ്പിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയെങ്കിലും ചെയ്യണം. അതിനുള്ള കഴിവുണ്ടാകണം." രക്തവും മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യനായിരുന്നു യൂസുഫ് നബി. അതിസുന്ദരിയായ സുലൈഖയാണ് ക്ഷണിക്കുന്നത്. പക്ഷെ യൂസുഫ് നബി ഇളകിയില്ല. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം മറ്റൊരു വഴിക്ക് ചിന്തിക്കാൻ യൂസുഫ് നബിയെ അനുവദിച്ചില്ല. ഒന്നുകൊണ്ടും യൂസുഫ് നബി വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ സുലൈഖയ്ക്ക് സങ്കടമായി തന്റെ റൂമിലേക്ക് തന്നെ തിരിച്ചുപോയി. സുലൈഖ വീണ്ടും പഴയ നിലയിലായി. ഊണില്ല, ഉറക്കമില്ല, സന്തോഷമില്ല. എപ്പോഴും യൂസുഫ് നബിയെ കുറിച്ചുള്ള ചിന്ത മാത്രം. ശരീരം മെലിഞ്ഞുപോയി. എങ്ങനെയെങ്കിലും യൂസുഫ് നബിയുമായി ബന്ധപ്പെടണം. അതിനായി സുലൈഖ തക്കം പാർത്തുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം സുലൈഖ അതിമനോഹരമായ വസ്ത്രം ധരിച്ചു യൂസുഫ് നബിയെ സമീപിച്ചു. പക്ഷേ യൂസുഫ് നബിക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. സുലൈഖയെ കണ്ടപാടെ പെട്ടെന്ന് തന്നെ യൂസുഫ് നബി മുഖം പൊത്തിക്കളഞ്ഞു. പക്ഷെ അതൊന്നും സുലൈഖ വകവെക്കാതെ വശ്യപുഞ്ചിരിയോടെ സുലൈഖ യൂസുഫ് നബിയോട് പറഞ്ഞു, "എന്നെ ഹൃദയം തുറന്ന് ഒന്ന് നോക്കാത്തത് എന്താ? എന്നെ കോരിയെടുത്ത് ഒരുപാട് ചുംബനങ്ങൾ തന്ന് വീർപ്പ് മുട്ടിക്കാത്തത് എന്താ? അങ്ങയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. അങ്ങയില്ലാതെ എനിക്ക് കഴിയില്ല യൂസുഫെ." സുലൈഖ എന്തിനോ വേണ്ടിയുള്ള പുറപ്പാടാണ് എന്ന് തോന്നുന്നു. സുലൈഖ മുറിയിൽ ഉണ്ടായിരുന്ന ശിലാവിഗ്രഹത്തിന്റെ മുഖം ഒരു പുതപ്പ് കൊണ്ട് മൂടി. അതെല്ലാം കണ്ട് സംശയിച്ച് നിൽക്കുന്ന യൂസുഫ് നബിയോട് സുലൈഖ പറഞ്ഞു, "ദൈവം നമ്മൾ ഇവിടെ ചെയ്യുന്നതൊന്നും കാണാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിന്റെ മുഖം മറച്ചത്." ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് യൂസുഫ് നബി പറഞ്ഞു, "കേവലം കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ പ്രതിമ കണ്ണ് തുറന്നിരുന്നാലും ഒന്നും കാണാൻ പോകുന്നില്ല. എന്നാൽ എന്റെ ഇലാഹി എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അവനെ മറക്കാൻ ലോകത്തുള്ള ഒരു ശക്തിക്കും കഴിയുകയില്ല. ആ ഇലാഹിനെ മുൻനിർത്തി ഞാൻ പറയുന്നു, നിങ്ങളുടെ ദുഷ്ടചിന്തകൾ ഒഴിവാക്കണം." ഇത്രയും പറഞ്ഞുകൊണ്ട് നബി അവിടെ നിന്ന് ഓടിപ്പോയി. വീണ്ടും സുലൈഖ ഒരു ദിവസം പ്രേമ അഭ്യർത്ഥനയുമായി സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, "യൂസുഫ്, നിങ്ങളുടെ മനോഹരമായ ഈ തലമുടിയിൽ ഒന്ന് തലോടാൻ എനിക്ക് അനുവദിച്ചാലും." യൂസുഫ് നബി പറഞ്ഞു, "മരിച്ചു മണ്ണിൽ കിടന്നാൽ കൊഴിഞ്ഞു പോകാനുള്ള വെറുക്കപ്പെട്ട സാധനമാണ് ഈ മുടി." സുലൈഖ പറഞ്ഞു, "നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് എന്റെ ശരീരമെല്ലാം തലോടിയാലും." യൂസുഫ് നബി പറഞ്ഞു, "ഖബറിൽ കിടന്നാൽ 3-ാം ദിവസം പൊഴിയുന്ന വികൃതമായ 2 ഗോളങ്ങളാണവ." റാണി പിന്നെയും പറഞ്ഞു, "14-ാം രാവിന്റെ തെളിമയുള്ള അങ്ങയുടെ മുഖം ഒന്ന് ഉയർത്തി പുഞ്ചിരിക്കുമോ? പഴുത്തളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന മനുഷ്യമാംസത്തിന് എന്തു വിലയാണുള്ളത്?" അങ്ങനെ സുലൈഖയുടെ ഓരോ അഭ്യർത്ഥനയും പരലോകത്തെയും മരണാന്തരമുള്ള അവസ്ഥയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നബി ഖണ്ഡിച്ചു. പക്ഷെ അതൊന്നും ഒരു തരിമ്പ് പോലും റാണിയുടെ ഹൃദയത്തെ ഉലസില്ല. യൂസുഫ് നബിയോടുള്ള അനുരാഗം അവരിൽ ഓരോ നിമിഷം തോറും കൂടുകയാണുണ്ടായത്. അന്തപ്പുരയിൽ സുലൈഖയും തോഴിയും മാത്രം. മഹാറാണിയുടെ സങ്കടം തുടിക്കുന്ന കണ്ണുകളിലേക്ക് നോക്കി തോഴി ചോദിച്ചു, "റാണി, അങ്ങ് ഇങ്ങനെ സങ്കടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ആ അടിമയായ യൂസുഫിനെ വശീകരിക്കാൻ ഞാൻ ഒരു മാർഗം പറഞ്ഞു തരാം." "എന്താണ്?" റാണി ഒരുപാട് ആഗ്രഹത്തോടെ ചോദിച്ചു. ആ ചെറുപ്പക്കാരൻ ഒരു പക്ഷെ ഭയന്നിട്ടായിരിക്കും റാണിയുടെ ആഗ്രഹത്തിന് നിൽക്കാത്തത്. രാജാവിന്റെ ഭാര്യയല്ലേ, രാജാവ് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നയാൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. തികച്ചും അനുകൂലമായ ഒരു അവസ്ഥയിൽ റാണിയെ
റാണിയെ കിട്ടിയാൽ ഏതു പുരുഷനാണ് കടിച്ചു തിന്നാത്തത്? അതുകൊണ്ട് രാജാവിനോട് ഏകാന്തമായ ഒരു സ്ഥലത്ത് ഒരു മണിമന്ദിരം പണിഞ്ഞു തരാൻ രാജ്ഞി ആവശ്യപ്പെടണം. ഭവതിയുടെ സുഖവാസത്തിനാണ് എന്ന് രാജാവിനെ പറഞ്ഞു ധരിപ്പിക്കണം. തോഴി പറഞ്ഞ ബുദ്ധി റാണിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നീട് തോഴി പറഞ്ഞ പ്രകാരമുള്ള തയ്യാറെടുപ്പായി. പതിവ് പോലെ രാജാവ് അന്തപുരത്തിലെത്തി. സുലൈഖ പതിവിലധികം സ്നേഹത്തോടെ രാജാവിനോട് സംസാരിച്ചു. അസീസ് തന്നോടുള്ള സ്നേഹത്തിൽ എന്തും ചെയ്യാൻ മടിക്കുകയില്ലെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു അവൾക്ക്. അവൾ പറഞ്ഞു, അങ്ങ് എന്റെ ഒരു ആഗ്രഹം സാധിപ്പിച്ചു തരണം. എന്താണ് ആവശ്യം? അസീസ് ചോദിച്ചു. റാണി പറഞ്ഞു, എനിക്ക് സുഖവാസത്തിന് വേണ്ടി ഏറ്റവും മനോഹരമായ ഒരു മണിമന്ദിരം നിർമ്മിച്ചു തരണം. അസീസ് രാജാവ് നാളെ തന്നെ വിദഗ്ധരെ വിളിച്ചുകൊണ്ട് റാണിയുടെ ആഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു മണിമാളിക പണിയാൻ നാം കൽപ്പന ചെയ്യാം. അധികം താമസിക്കാതെ റാണിക്ക് വേണ്ടിയുള്ള പുതിയ മന്ദിരത്തിന്റെ പണി തുടങ്ങി. ഒരുപാട് വിദഗ്ധന്മാരും ശില്പികളും ഒന്നിച്ചണിനിന്നുകൊണ്ട് മനോഹരമായ ആ സൗധം പണി തീർത്തു. രത്നങ്ങളും മാർബിളുകളും പതിപ്പിച്ച് അത് മനോഹരമാക്കി. ആ മന്ദിരത്തിന് 7 മുറികളായിരുന്നു ഉണ്ടായിരുന്നത്. പലവിധ ചിത്രവേലകൾ കൊണ്ട് ഓരോ മുറിയും പ്രത്യേകം മോടി പിടിപ്പിച്ചിരിക്കുന്നു. 7ാമത്തെ മുറിയിൽ അതിമനോഹരമായ ഒരു ചിത്രം കൂടി ഉണ്ടായിരുന്നു. കണ്ണുകൊണ്ട് നോക്കിയാൽ രാജാവ് സുലൈഖ ബീവിയെ ആശ്ലേഷിക്കുകയാണ് എന്ന് തോന്നും. സൂക്ഷിച്ചു നോക്കിയാൽ ബീവി ആശ്ലേഷിക്കുന്ന പുരുഷൻ അസീസ് രാജാവല്ല, യൂസുഫ് നബിയാണെന്ന് മനസ്സിലാകും. യൂസുഫ് നബിയെ ആകർഷിക്കാൻ വേണ്ടി അതിമനോഹരമാക്കിയ ആ മണിമാളിക ഈജിപ്തിലും പുറത്തുമുള്ള എല്ലാ മന്ദിരത്തെക്കാളും മികച്ചതായിരുന്നു. അങ്ങനെ മന്ദിരത്തിന്റെ പണി പൂർത്തിയാവുകയും അതിന്റെ ഉദ്ഘാടനത്തിന് നാട്ടിലെ പ്രധാനികളെ എല്ലാം ക്ഷണിക്കുകയും ചെയ്തു. അതിലെ ശില്പകലകൾ എല്ലാവരെയും ആകർഷിച്ചു. രാജാവ് ആ ബംഗ്ലാവിന് ബൈത്ത് സുറൂർ അഥവാ സന്തുഷ്ട മന്ദിരം എന്ന് പേര് വിളിച്ചു. ഒരു മണിമന്ദിരത്തിന് പ്രചോദനമാക്കിയ റാണിയെ അദ്ദേഹം അഭിനന്ദനങ്ങൾ കൊണ്ട് വാരി പുണർന്നു. സുലൈഖ ബീവി പുതിയ മാളികയിലേക്ക് താമസം മാറ്റി. അതിലെ മനോഹരമായ 7ാം നമ്പർ മുറി അവർ ഒന്നും കൂടി അലങ്കരിച്ചു. വില പിടിച്ച ഉപകരണങ്ങൾ അതിൽ നിരത്തി. വളരെയധികം ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വിവിധ തരം ആഭരണങ്ങൾ അണിഞ്ഞ് സുഗന്ധദ്രവ്യങ്ങൾ ദേഹത്ത് പൂശി ബീവി ഇരുന്നു. അനന്തരം തന്റെ തോഴിയെ യൂസുഫ് നബിയുടെ അടുത്തേക്ക് അയക്കുകയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർഭാഗം നമ്മൾ അടുത്ത പാർട്ടായി ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും.